ശബരിമല വിധിയിലെ റഫറൻസിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന്റെ വാദം തുടങ്ങി അനിവാര്യ മതാചാരങ്ങളിൽ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. മതപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതരാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ? 14-ാം ദിവസത്തെ വാദമാണ് ശബരിമല വിധിയിലെ റഫറൻസിൽ ഇന്ന് സുപ്രീം കോടതി കേട്ടത്. അതിലാണ് സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായി. ആ ഇടവേളയിലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദം അവതരിപ്പിക്കുന്നത് എന്ന കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയെ അറിയിച്ചത്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ് ഈ വാദം അറിയിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഈ സാഹചര്യത്തിൽ മറുപടി നൽകാനായേക്കില്ല എന്നുകൂടി ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമല അനിവാര്യമായ മതാചാരങ്ങളിൽ കോടതികൾക്ക് ഇടപെടാനാവില്ല എന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ച നിലപാട്. ഇത് തന്നെയാണ് വാദമായി ഇന്ന് ജയദീപ് ഗുപ്ത സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഈ അനിവാര്യമായ മതാചാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതായത് മതപരമായ കാര്യങ്ങളിൽ മതപണ്ഡിതരാണ് തീരുമാനമെടുക്കേണ്ടത്. അനിവാര്യ മതാചാരങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് ചോദ്യം ചെയ്യാനാവില്ല എന്ന കാര്യവും കൂടി ജയദീപ് ഗുപ്ത സുപ്രീം കോടതി അറിയിച്ചു.